നമസ്കാരം. മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ലാത്തതും എന്നാൽ മനുഷ്യനെ വലയ്ക്കുന്നതുമായ ഒരു പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അത് കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല, ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്. ഈ മഴയൊക്കെ നിയന്ത്രണ വിധേയമല്ലാത്ത രൂപത്തിലേക്ക് മാറുമ്പോൾ നമ്മുടെ നാട്ടിൽ പോലും ഒരുപാട് ജീവനുകൾ പൊലിയുകയും അതുമൂലം വീടുകൾ തകരുന്നു, മറ്റ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് മഴ സമയത്ത്. ഇനി വേനലാണെങ്കിൽ പൊള്ളുന്ന ചൂട്, അതുമൂലമുണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ. അമേരിക്കയിൽ പോലും ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ഒക്കെ വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടു. ഗൾഫ് രാജ്യങ്ങളിൽ പോലും ഒരു വർഷം കൊണ്ട് പെയ്യേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ട് പെയ്തപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വലിയ രീതിയിലാണ് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്നത്. ഇപ്പോൾ അത്തരത്തിലൊരു കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ളൊരു വാർത്തയാണ് വരുന്നത് ഗൾഫിൽ നിന്ന്. പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന ഒരു പ്രതിഭാസം കാരണം വരും മാസങ്ങളിൽ UAE കാലാവസ്ഥ പൂർണ്ണമായി മറിയാൻ പോവുകയാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം. അറേബ്യൻ ഉപദ്വീപിനെ വീർപ്പ് മുട്ടിക്കാൻ എൽ നിനോ വീണ്ടും സജീവമാകുന്നതായിട്ടാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. ജൂൺ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ 98% എൽ നിനോ സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നേരിട്ട് UAE തകർക്കില്ലെങ്കിലും ദുബായ്, അബുദാബി തുടങ്ങിയ തീരദേശ നഗരങ്ങളിൽ അന്തരീക്ഷ ഈർപ്പം ക്രമാതീതമായി വർദ്ധിക്കും. പുറം ജോലികളിൽ ഏർപ്പെടുന്ന പ്രവാസികളുടെ ജീവിതം ഇത് ദുസ്സഹമാക്കുമോ എന്നൊരു ആശങ്കയും ഉയരുന്നുണ്ട്. അതിലും അപ്പുറം വരും മാസങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ കനത്ത ഇടിമിന്നലോട് കൂടിയ അപ്രതീക്ഷിതമായ മഴയ്ക്കും പ്രളയ സാധ്യതയ്ക്കുമൊക്കെ കാരണമാകാനുള്ള സാധ്യതയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ കാത്തിരിക്കുന്ന ആ വലിയ കാലാവസ്ഥാ വ്യതിയാനം എന്താണ്? നമുക്കൊന്ന് വിശദമായി നോക്കാം. UAE വീണ്ടും എൽ നിനോ പ്രതിഭാസം സജീവമാകുന്നതായിട്ടാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന റിപ്പോർട്ട്. പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ വരും മാസങ്ങളിൽ UAE കാലാവസ്ഥയെ സങ്കീർണമാക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. ജൂലൈ മുതൽ നവംബർ വരെയുള്ള UAE എൽ നിനോ രൂപപ്പെടാനുള്ള സാധ്യത 98% പറയുന്നത്. ഇനി എന്താണ് എൽ നിനോ എന്ന് ചോദിച്ചാൽ, മധ്യ കിഴക്കൻ ഉഷ്ണമേഖല പസഫിക് സമുദ്രത്തിലെ ജലം സാധാരണയേക്കാൾ ചൂടാകുന്ന പ്രതിഭാസമാണ് എൽ നിനോ. 2-7 വർഷം കൂടുമ്പോഴാണ് ഇത് സംഭവിക്കുക. ഈ മാറ്റം ചിലപ്പോൾ കാറ്റിന്റെ ഗതിയെയും മഴയുടെ രീതിയെയും ഒക്കെ മാറ്റിമറിക്കാറുണ്ട്. പസഫിക് സമുദ്രത്തിൽ നിന്നാണ് ഇതിന്റെ തുടക്കമെങ്കിലും അറേബ്യൻ ഉപദ്വീപിലും ഇതിന്റെ ആഘാതം ശക്തമായിരിക്കുമെന്നാണ് നിരീക്ഷകർ പറയുന്നത്. എന്നാൽ തെക്കേ അമേരിക്കയിലോ മറ്റു രാജ്യങ്ങളിലോ ഉണ്ടാകുന്നത് പോലെ നേരിട്ടുള്ള നാശനഷ്ടങ്ങൾ UAE ഉണ്ടാകില്ലെങ്കിലും താപനില ഉയരുന്നത് കാരണം തീരപ്രദേശങ്ങളിൽ ഈർപ്പം വർദ്ധിക്കുന്നത് വൻതോതിൽ ഉയരും. വരും മാസങ്ങളിൽ പകുതിയോടുകൂടി UAE ജനജീവിതത്തെ ഇത് കാര്യമായി തന്നെ ബാധിച്ചേക്കാം. 2026 ജൂലൈ മാസത്തോടെ താപനിലയും അന്തരീക്ഷത്തിലെ ഈർപ്പവും സാധാരണയേക്കാൾ ഉയരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് UAE ദേശീയ കാലാവസ്ഥാ കേന്ദ്രം നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. കൂടാതെ വർഷാവസാനത്തോടുകൂടി എൽ നിനോ കൂടുതൽ ശക്തമാവുകയും ചെയ്യും. നേരത്തെ എൽ നിനോ ഉണ്ടായ വർഷങ്ങളിൽ അറേബ്യൻ ഉപദ്വീപിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. ഇത്തവണയും വർഷാവസാനത്തോടെ മിഡിൽ ഈസ്റ്റിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാകും. ഇടിമിന്നലോട് കൂടിയ കനത്ത മഴ ശക്തമായിരിക്കും. എന്നാൽ തുടർച്ചയായ മഴയായിരിക്കില്ല. പകരം ചെറിയ മഴയാണെങ്കിലും അതിശക്തമായി തന്നെ പെയ്തിരിക്കാനാണ് സാധ്യത പറയുന്നത്. അതിനാൽ ഇത്തരം മഴയിൽ വെള്ളം ഉയരാനും റോഡുകളിൽ ഗതാഗത തടസ്സങ്ങൾ കാരണം ജനജീവിതത്തെ ബാധിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. രാജ്യത്തെ എൽ നിനോ നേരിട്ട് സ്വാധീനിക്കില്ലെങ്കിലും കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കടലിനോട് ചേർന്നുള്ള ദുബായ്, അബുദാബി തുടങ്ങിയ തീരദേശ നഗരങ്ങളിൽ ഈർപ്പത്തിന്റെ അളവ് വലിയ രീതിയിൽ ഉയരും. ഇത് പ്രവാസികൾക്ക് പുറം ജോലികളിൽ ഏർപ്പെടുന്നത് കൂടുതൽ പ്രയാസകരമാകും. ചുഴലിക്കാറ്റിനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് അടുത്തതായി പരിശോധിക്കേണ്ടത്. കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഒമാൻ, യമൻ തീരങ്ങളെ ബാധിക്കാറുള്ള ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളാണ്. കഴിഞ്ഞ കാലങ്ങളിലെ എൽ നിനോ കണക്കുകൾ നോക്കിയാൽ ശരത്കാലത്ത് അറേബ്യൻ കടലിൽ ചുഴലിക്കാറ്റുകളുടെയും ന്യൂനമർദ്ദങ്ങളുടെയും സാധ്യത ഉയരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തീവ്രമായ കാലാവസ്ഥയായി എൽ നിനോ മാറും. ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത് മറ്റ് പല മാറ്റങ്ങളെ ആശ്രയിച്ചാണ്. അതിനാൽ UAE നേരിട്ടൊരു ചുഴലിക്കാറ്റ് ദുരന്തം ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും വരും മാസങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയ്ക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. പസഫിക്കിൽ തുടങ്ങുന്ന എൽ നിനോ UAE നേരിട്ടുള്ള വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും ജനജീവിതത്തെയും തൊഴിൽ മേഖലയെയും ഇത് ശക്തമായി തന്നെ ബാധിച്ചേക്കാം. ജൂലൈ മാസം മുതൽ ഉയരുന്ന കടുത്ത ചൂടും കഠിനമായ അന്തരീക്ഷ ഈർപ്പവും പ്രവാസികൾക്ക് വലിയ വെല്ലുവിളിയാകാനാണ് സാധ്യത. ഒപ്പം വർഷാവസാനത്തോടെ മിഡിൽ ഈസ്റ്റിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള ശക്തമായ ഇടിമിന്നലും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും റോഡ് ഗതാഗതത്തെയും ദൈനംദിന ജീവിതത്തെയും ഒക്കെ സങ്കീർണമാക്കിയേക്കാം. ഒമാൻ, യമൻ തീരങ്ങളിൽ ചുഴലിക്കാറ്റ് സാധ്യതകൾ പ്രവചിക്കപ്പെടുന്നുണ്ടെങ്കിലും UAE ഇതിന്റെ തീവ്രത എത്രത്തോളം എന്ന് ഇപ്പോൾ പറയാനാകില്ല. വരും മാസങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലായതിനാൽ കൃത്യമായ മുൻകരുതലുകളും ജാഗ്രതയും പാലിക്കുക എന്നതു മാത്രമാണ് ഏക പോംവഴി.